ഇപ്പോഴും ഓർഗനൈസർ അത് അവരുടെ ഇംഗ്ലീഷ് മുഖപത്രമാണ് RSSൻ്റെ. അതിൽ കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് 7 ലക്ഷം കോടി 7 ലക്ഷം കോടി ഹെക്ടർ ഭൂമി 7 ലക്ഷം 20,000 കോടി രൂപ അതിൻ്റെ മൂല്യമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് വകുപ്പല്ല. ഇപ്പോൾ അവർ പറയും വകുപ്പല്ല എന്ന് പറയുന്നില്ല, ആദ്യം വകുപ്പാന്ന് പറഞ്ഞു, ഇപ്പോൾ അവർ പറയുന്നത് ക്രിസ്ത്യ പള്ളികളാണ്. അപ്പോൾ പള്ളികൾക്കെതിരായിട്ട് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഗോൾവാൾക്കർ മുമ്പ് പറഞ്ഞു വെച്ചതുപോലെ ഒന്നാമത്തെ ശത്രു മുസ്ലിം, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനി, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റ്. ഇതിപ്പോൾ രണ്ട് കൂട്ടർക്കുമെതിരെ കേന്ദ്ര സർക്കാർ ഒരുപോലെ നീങ്ങുകയാണ്. മുസ്ലിം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റ് ഈ മൂന്നുമെതിരായിട്ടുള്ള ശക്തിയായ കടന്നാക്രമണമാണ് നടത്തുന്നത്. ഓർഗനൈസർ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു വെച്ചതിൻ്റെ മുമ്പ് കേരളത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരുന്നത് വഖഫ് ബോർഡിൻ്റെ ഭാഗമായിട്ട് വന്ന വഖഫ് ബില്ല് അതൊരു മുസ്ലിം താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നും അത് ക്രിസ്ത്യാനികളുടെ താല്പര്യത്തിനെതിരാണെന്നും പ്രത്യേകിച്ച് മുനമ്പ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് അവർ ശക്തിയായ രീതിയിൽ നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് ശരിയല്ല എന്ന് ഓർഗനൈസർ തീരുമാനിച്ചതോടുകൂടി അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ മെല്ലെ തല ഊരിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഫാദർമാർക്കെതിരായിട്ട് നഗ്നമായ കടന്നാക്രമണം ആരംഭിച്ചു. പള്ളിയിൽ കയറിയിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യം വന്നു. അതാണ് ഇന്നലെയൊക്കെ വന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന് ആഹ്ലാദ പ്രകടനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കാര്യം ഞാൻ പറഞ്ഞത്. അതിൽ ക്രിസ്ത്യാനികളുടെ ധാരണ എന്താ പറഞ്ഞാൽ ഇവർ വഖഫിനെതിരായിട്ടുള്ള ഒരു നീക്കമാണ് നടത്തിയിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായി വരുമെന്നാണ് കേരളത്തിലെ പൊതുവായ ധാരണ. പക്ഷേ അത് കഴിഞ്ഞ് പുറത്തു വന്ന ഓർഗനൈസറിൽ 7 ലക്ഷം കോടി ഹെക്ടർ ഭൂമി ഇവരെ കയ്യിലുണ്ടെന്നും 20,000 കോടി ഉറുപ്പിയാണ് അതിൻ്റെ മൂല്യമെന്നും അതുകൊണ്ട് ആ രീതിയിൽ എങ്ങനെയാണോ വകുപ്പിനെതിരായിട്ട് നീങ്ങിയത് അതുപോലെ തന്നെ പള്ളി സ്വത്തിനെതിരായിട്ട് നീങ്ങണമെന്ന കൃത്യമായ ആഹ്വാനം വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഓർഗനൈസറിൽ. അത് വന്നതോടുകൂടി ഇപ്പോഴെന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെ അവരാഗ്രഹിക്കുന്നത് പോലെ ഇവിടെ കേരളത്തിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് അവരംഗീകരിച്ച് മുമ്പോട്ടേക്ക് പോയ നിലപാട് അവർക്ക് തുടരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ചിത്രം. തെറ്റിദ്ധരിച്ചു. അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാം കൂടി ശ്രമം നടത്തി. നിങ്ങളെല്ലാം കൂടി നടത്തിയ ശ്രമത്തിൻ്റെ ഫലമായി ആളുകൾ വിചാരിച്ചത് വഖഫിനെതിരായിട്ട് വന്നത് ക്രിസ്ത്യാനികൾക്ക് അനുകൂലമാവുന്നതാണ്. പക്ഷേ ഗോൾവാൾക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിചാരധാരയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, ഒന്നാമത്തെ ശത്രു മുസ്ലിം, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനി, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റ്. അതൊന്നും അത്ര വലിയ വിവാദമായിട്ട് കാണില്ല. ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വിവാദമാക്കാൻ പുറപ്പെട്ടിട്ട് പല കാര്യമുണ്ട്. അതെ, അവർ പ്രതികരിച്ചോട്ടെ, ഞങ്ങൾ കയ്യിലിപ്പം പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് മലപ്പുറത്തെ പ്രത്യേകമായിട്ട് കാണേണ്ടതൊന്നുമില്ല. കേരളത്തിൻ്റെ ഭാഗമാണ് മലപ്പുറം. മലപ്പുറം എന്ന് പറയുന്നത് പ്രത്യേകമായി ഉന്നം വെച്ചോ മലപ്പുറം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതാണോ എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. മലപ്പുറത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു പാർട്ടിയാണ് CPIM. മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനമുള്ളൊരു പാർട്ടി. പണ്ടത്തെ പോലൊന്നുമല്ല മലപ്പുറത്തിലെ പാർട്ടി. മലപ്പുറത്ത് നല്ല പോലെ സ്വാധീന പാർട്ടിക്കുണ്ട്, CPM-നുണ്ട്. അതുകൊണ്ട് മലപ്പുറം എന്ന് പറയുന്നതിനെ ഏതെങ്കിലും രീതിയിൽ ഒരു തുരുത്തായിട്ട് കണ്ട് അതിനെ അധിക്ഷേപിക്കുകയോ അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം വർഗീയത കുത്തിപ്പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് രണ്ടും യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നില്ല. അതിപ്പോൾ സമ്മേളനം തീരുമാനിക്കും. മുഖ്യമന്ത്രിക്ക് ഒരു കൊടുക്കും. ഒഴിവുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒഴിവുണ്ടല്ലോ. അതൊക്കെ അത് സമ്മേളനം തീരുമാനിക്കും. ബഹുജന സംഘടനകളുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലുള്ളവർക്ക് ഇളവുണ്ടോ? അങ്ങനെ തീരുമാനിച്ചില്ല. നോക്കാം നമുക്ക്. അതൊക്കെ നിങ്ങളെ കൂടിയ മാഷ് പറയുന്നത് പാർട്ടി പറയട്ടെ എന്നാണോ? പാർട്ടി തീരുമാനിക്കും. അല്ല, അങ്ങനെ കേരളത്തിന് പ്രത്യേക ഒഴിവൊന്നുമില്ല. എല്ലാവർക്കും ആകെയുള്ള